मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। ഈ നശിച്ച ബൈക്കിന് റിപ്പയർ ആവാൻ കണ്ട ഒരു സമയം. ഒന്ന് നിക്ക്. സോറി, ലിഫ്റ്റ് ഒന്നും തരാൻ കഴിയില്ല. ആർക്കുള്ള ഗിഫ്റ്റ് ആയിരിക്കും ഇത്? നെയിമും അഡ്രസ്സും ഒന്നും തന്നെ ഇല്ലല്ലോ. എന്തായാലും തുറന്നു നോക്കാം. എന്തായിരിക്കും ഇതിനകത്ത്? ഇത് വളരെ വിചിത്രമായ ടെഡി ബെയറാണ്. ഈ ടെഡി ബെയറിന്റെ കാതിൽ നിങ്ങൾ ആരുടെ പേര് പറയുന്നുവോ അവർ ഇതായി മാറും. ഈ ടെഡി ബെയറിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ അതുപോലെ തന്നെ അവർക്ക് സംഭവിക്കുകയും ചെയ്യും. അതെങ്ങനെയാണ് സംഭവിക്കുക? എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നീ ഇപ്പോൾ തോത്താറാമാണ്. ചിരിക്കാൻ നല്ല രസമുണ്ട്. എന്നാ ഒരു കാര്യം പിടികിട്ടുന്നില്ല, എന്നെ ആരാ തല്ലിയത്? ഇനിയാണ് തമാശ. എന്തിനാ തല്ലിയത്? എന്നെ നീ എന്തിനാ നുള്ളിയേ? ഞാനപ്പോ നുള്ളി. ഇവൻ വെറുതെ നുണ പറയാ. നീ എന്തിനാ എന്നെ ചവിട്ടിയത്? ഞാനെപ്പോഴാ നിന്നെ ചവിട്ടിയത്? നിനക്കെന്താ വട്ട് പിടിച്ചിരിക്കുകയാണോ? അതെ, ഇവന് വട്ടായതാ. ഞാനിവന് നുള്ളിന്നാ ഇവൻ എന്നോട് പറഞ്ഞത്. എടോ, സോഫയിൽ ആരാടാ സൂചി വെച്ചത്? എവിടെയാണ് സൂചി? ഇവിടെ സൂചിയൊന്നുമില്ല. എന്റെ തല പൊട്ടി. എന്നെ ഈ സൂചി കുത്തി. ഇല്ലാത്ത സൂചി എങ്ങനെ ഇവനെ കുത്തുന്നത്? ആരാടാ എന്നെ അടിച്ചത്? എടാ, എന്റെ വാലിന്ന് വിട്. ഇതെന്ത് തമാശയാണ് ഹണി? വിടാനാ പറഞ്ഞത്. വിട്. ഇതെന്ത് കളിയാണ്? ഇത് കളിയല്ല, സീരിയസ് ആയ കാര്യമാണ്. സംശയമുണ്ടോ? നീ തന്നെത്താനെ കറങ്ങായിരുന്നു തോത്താർ. എന്റെ ദേഹത്താണെങ്കിൽ സൂചിയും കുത്തി. ഇവൻ ആരെ അടിച്ചു? ഇവിടെ എന്താ നടക്കുന്നത്? ഇത് എന്താണെങ്കിലും നമ്മൾ ചെയ്യുന്നതല്ല. വേറെ ആരോ നമ്മളെ വട്ടുപിടിപ്പിക്കാൻ വേണ്ടി ചെയ്യുകയാണ്. എന്തായാലും ഈ ടെഡി ബിയർ സംഭവം കൊള്ളാം. ഇവന്റെ കാതിൽ ഞാൻ ആരുടെ പേര് പറയുന്നുവോ അവരാ ഇത് മാറുക തന്നെ ചെയ്യും. നീ ഇപ്പോൾ ബണ്ണിയാണ്. സണ്ണി, നീ എന്താ ഇവിടെ ചെയ്യുന്നത്? ഈ ടെഡി ബെയറും പിന്നെ സൂചി എന്തിനാണ്? ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാണ്. ഇന്ന് നമുക്ക് ലഞ്ചിന് ഒന്നിച്ചു പോയാലോ? ഇല്ല, കന്ന സാർ ഇന്ന് മിസ് കാട്കറിനെയും മറ്റുള്ള കൂട്ടുകാരെയും ലഞ്ചിന് വിളിച്ചിട്ടുണ്ട്. ഞാൻ അതിനായി സാധനങ്ങൾ വാങ്ങിക്കാൻ പോവാ. എന്റെ കൂടെ വരാതെ നീ അവരോടൊപ്പം ലഞ്ച് കഴിക്കാൻ പോവാണോ? എന്നാ ഇന്ന് 4 പേർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ലഞ്ച്. നല്ല പെർഫ്യൂം അടിച്ചാൽ വരും സുഗന്ധം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീട്ടിലേക്ക് സ്വാഗതം. അടികൈ. നീ ബണ്ണിയാണ്. അയ്യോ എന്റെ അമ്മേ. പണി വന്ന് വീണതിനാൽ എന്റെ ശരീരം മുഴുവൻ പരിക്ക്. ഞാൻ ആരാണെന്ന് അറിയില്ല. കാണിച്ചു തരാം നിനക്ക്. അടികൈ. നീ എന്തായി കാണിക്കുന്നത്? മാഡം, ഞാൻ ക്ലാപ്പ് അടിച്ചോണ്ടിരിക്കുക. കന്നാ സാറിന്റെ മുഖം എന്റെ കൈകളുടെ നടുക്ക് വന്നു. അത്രേ ഉള്ളൂ. വരൂ, നമുക്ക് എല്ലാവർക്കും ആഹാരം കഴിക്കാം. തോത്താർ, പ്ലേറ്റ് തരൂ. നീ എന്താ കാണിക്കുന്നേ? വേഗം വെള്ളം എടുക്ക്. ഞാൻ കൊണ്ടുവരാം.
ഇതെന്ത് വൃത്തിയോടെ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളല്ല ചെയ്യുന്നത്, അറിയാതെ സംഭവിക്കുന്നതാ. കിറ്റി, ഇതൊന്നും ഞങ്ങൾ അറിയാതെ സംഭവിക്കുക. കുറച്ചു നേരം മുമ്പേ തോത്താറിനെ ആരോ വാലി പിടിച്ചു വലിച്ചു. എന്നെയും ബണ്ണിയെയും ഒരു സൂചി കുത്തിക്കൊണ്ടേയിരുന്നു. നിങ്ങൾ എന്താ പറഞ്ഞേ? സൂചിയോ? കുറച്ചു നേരം മുൻപ് നിങ്ങളുടെ വീടിന്റെ വെളിയിൽ സണ്ണിയ സൂചിയുമായി നിൽക്കുകയായിരുന്നു. കണ്ണ സർ, അല്ല, അവൻ വെളിയിലല്ലേ സൂചി വെച്ചുകൊണ്ട് നിന്നത്. പക്ഷെ അകത്തെങ്ങനെ കുത്താൻ കഴിയും? ആ, എന്തോ പ്രശ്നമുണ്ട്. വരൂ, നമുക്ക് സണ്ണിയെ ചെക്ക് ചെയ്യാം. നീ അടിപൊളി തന്നെയാണ്. നിന്റെ കാതിൽ ആരുടെ പേര് പറഞ്ഞാലും നിനക്കെങ്ങനെ അവരെ പോലെ മാറാൻ കഴിയുന്നത്? ഇപ്പോൾ നീ പോപ്പട്ടാണ്. ടെഡി, ഇപ്പോൾ നീ ബണ്ണിയാണ്. ഇതെന്തായി സംഭവിക്കുന്നത്? അതിന്റെ കാതിൽ നമ്മൾ ആരുടെയെങ്കിലും പേര് പറഞ്ഞാൽ അതെന്താണ് ചെയ്യുന്നത് അതുപോലെ നമ്മളും ചെയ്തിരിക്കും. ഞാൻ ഇപ്പൊ തന്നെ പോയി ആ ടെഡ്ഡി ബിയറിനെ സണ്ണിയുടെയും കൈയും കാലും തല്ലി ഓടിച്ചിട്ട് വരാം. വേണ്ട, അവനെ നല്ല രീതിയിൽ ഒരു പാഠം പഠിപ്പിക്കണമെങ്കിൽ ആ പാവക്കുട്ടി നമ്മുടെ കയ്യിൽ വേണം. പക്ഷെ നമുക്ക് ടെഡ്ഡി ബെയർ എങ്ങനെ കിട്ടും? അതവന്റെ വീടിനകത്തല്ലേ? ആ, ഒരു ഐഡിയ ഉണ്ട്. അത് പ്രയോഗിച്ചാൽ അവൻ വീട് വിട്ട് പുറത്തേക്ക് വരും. ആക്സിഡന്റ്, രക്ഷിക്കൂ, ആക്സിഡന്റ് ആയി, രക്ഷിക്കൂ. ഇതെന്ത് മനുഷ്യനാ? സുന്ദരിയും സുമുഖയും ശാലീന സുന്ദരിയുമായ ഞങ്ങളെ കണ്ടാൽ നിനക്ക് എങ്ങനെ നിൽക്കാൻ തോന്നുന്നു? കൊച്ചളിയ, ആ സുന്ദരി പൂച്ചകൾ എവിടെ? മരമണ്ട, അത് നമ്മളല്ലേ. നമ്മളാണ് പെൺപൂച്ചകളായി മാറിയിരിക്കുന്നേ. എന്താ സംഭവിച്ചത്? എന്റെ കാല് മുറിഞ്ഞു. എന്റെ എല്ല് പൊട്ടി, ദേഹം മൊത്തം ചതഞ്ഞു, കണ്ണുകൾ മങ്ങി മങ്ങി കാണുന്നു. ഓ ഗോഡ്, കിഡ്നിക്ക് ഒന്നും പറ്റാതിരുന്നാ മതിയായിരുന്നു. ബ്രെയിൻ ഇല്ലാത്തത് ഭാഗ്യം, അതുകൊണ്ട് ഡാമേജ് ഒന്നും ഉണ്ടായി കാണില്ല. അത്രയ്ക്കൊന്നും പറ്റിയില്ല. എന്റെ കാല് ഒന്ന് ഉളുക്കി, അത്രേ ഉള്ളൂ. ഇവന്റെ ഇടത് കാലിലുളുക്ക്, ഇവന്റെ വലത് കാലിലുളുക്ക്, ഇവന്റെ വലത് കയ്യിലുളുക്ക്, എനിക്ക് ഇടത് കയ്യിലുളുക്ക്. ഞാൻ പോയി ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊണ്ടുവരാം. വേണ്ട, അല്ല വേണ്ട എന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഫസ്റ്റ് എയ്ഡ് അല്ല, പ്രോപ്പർ ഡോക്ടറെ പോയി കാണണം. വാഴയിറക്കൂ. സുന്ദരിയായ ഒരു പെൺപൂച്ചയെ കണ്ടപ്പോ തുടങ്ങി അവന്റെ സൂക്കേട്. ഞാൻ സൈക്കിളിൽ നിന്നാ വീണത്, അല്ലാതെ പ്ലെയിനിൽ നിന്നൊന്നും അല്ല. പറയൂ കിറ്റി. ആ, ഞാൻ ഇപ്പൊ തന്നെ എത്തിയേക്കാം കിറ്റി, പേടിക്കണ്ട. അവൻ കിറ്റിയുടെ അടുത്തേക്കാ പോകുന്നത്. അവനെ ഒരു പാഠം പഠിപ്പിക്കണം. ഇതെന്താ വൈകിയത് സണ്ണി? എന്റെ ഫ്രണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കാണ്. അതൊരു ദുഃഖകരമായ ന്യൂസ് ആണല്ലോ. നീ ഇപ്പോ സണ്ണിയാണ്. ദുഃഖകരമെന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ ഡാൻസ് കളിക്കുകയാണ്. ഞാനല്ല ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത്. നോക്കൂ സണ്ണി, ഞാൻ വല്ലാതെ അപ്സെറ്റ് ആയിരിക്കുകയാണ്. ഞാൻ അപ്സെറ്റ് ആയിരിക്കുമ്പോ നീ ഡാൻസ് കളിക്കുകയാണോ? എന്നെ ഇക്ലി മുട്ടുകയാണ്. സോറി, എന്നോട് ക്ഷമിക്കേ. നിനക്ക് ശരിക്കും മട്ടു പിടിച്ചിരിക്കുകയാണ്. എനിക്കിനി നിന്റെ കൂടെ ഒരിടത്തേക്ക് വരണ്ട. ഞാൻ എന്തായി കാണിച്ചു കൂട്ടിയതാ? ഇതൊക്കെ വെറും തുടക്കം മാത്രം. ഇനി കണ്ടോ എന്താ നടക്കാൻ പോകുന്നതെന്ന്. കാർ സ്റ്റാർട്ട് ചെയ്യ്. എന്താ ഇതൊക്കെ? പണി, അങ്ങനെ ചെയ്യരുത്. അവൻ താഴെ അവനെ വീഴും. ഞാൻ അങ്ങനെ വീഴാൻ സമ്മതിക്കില്ല, പേടിക്കണ്ട. ബണ്ണി, ബണ്ണി, അതാ എതിരെ ഒരു ട്രക്ക് വരുന്നുണ്ട്. എവിടെ ട്രക്ക്? റോഡ് കാലിയായിരിക്കുകയാണല്ലോ. നമ്മുടെ അല്ല, അവന്റെ ബൈക്കിന്റെ എതിരെ. ആ, നേരെ ഇരുന്നോ.
ഇതെന്താ സംഭവിക്കുന്നത്? എങ്ങനെയാ സംഭവിക്കുന്നത്? ആരെങ്കിലും എന്റെ ടെഡിബിയറിനെ എടുത്തിട്ടുണ്ടാകുമോ? വരൂ, ഇനി ഇവനെ അവസാനത്തെ പാഠം പഠിപ്പിക്കാം. ആരോ എന്റെ ടെഡിബിയർ എടുത്ത് എനിക്കെതിരായിട്ട് പ്രവർത്തിപ്പിക്കുകയാണ്. എടാ, ആരാടാ തല്ലിയതാ? എന്റെ അമ്മച്ചി, ആരാടാ സൂചി കുത്തുന്നത്? ആരാന്ന് വേഗം പറയടാ. കള്ളന്മാരെ, എന്റെ ടെഡിബിയർ മോഷിച്ച് എനിക്ക് തന്നെ പണി തരികയാണോ? നിങ്ങൾക്ക് ഞാൻ വച്ചിട്ടുണ്ടാ? എടാ, എന്നെ വിടറാ. വേണ്ട, മതിയാക്കെ. പ്ലീസ് നിർത്ത, മതിയാക്കെ. നീ ചെയ്തപ്പോൾ ഒന്നുമില്ലായിരുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ? അതിബുദ്ധി ആപത്താണെന്ന്. സംശയമുണ്ടോ? സണ്ണി, നിനക്ക് വല്ല ബോധമുണ്ടോ ഈ ടെറ്റി ബെയർ എത്രകരം ആപത്താണെന്ന്? സോറി, ഞാൻ വെറുതെ തമാശക്ക് ചെയ്തു പോയതാ. ഇനി കളി ഞങ്ങൾ കാണിച്ചു തരാം. സംശയമുണ്ടോ? വേണ്ട വേണ്ട, എന്നോട് ക്ഷമിച്ചേക്ക. ശരി, പക്ഷെ ടെറ്റി ബെയർ ഇനി നമ്മുടെ അടുത്തുണ്ടാകും. ഇനി എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാ അറിയാലോ ഞങ്ങളെ. ബണി, ഈ ടെഡിയെ നമ്മുടെ തന്നെ വെക്കാൻ പോവുകയാണോ? ഇല്ല, ഇത് മറ്റാരുടെയും കയ്യിൽ പോയി കഴിഞ്ഞാൽ വളരെ ആപത്താണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ അങ്ങ് നശിപ്പിക്കാം. എന്താ? നീ ഒരു ടെഡിബിയറാണ്. വേണ്ട, നീ ഇതെന്താ ചെയ്യാൻ പോകുന്നേ? ഞാൻ ഇതിനെ നശിപ്പിക്കാൻ അനുവദിക്കില്ല. ഇതിനെ ഞാൻ കിറ്റിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. എടാ മരമാക്രി, അതിങ്ങ് താ. വിട്, ഇല്ല. വിടാ, വിട്. ഞാനിത് ഞാനല്ലേ വിടില്ല. പറഞ്ഞെ? വിട്, വിട്. വിട്, വിട്. ഇതുപോലത്തെ സാധനങ്ങൾ നശിക്കേണ്ടതാണ്. അത് നശിക്കുകയും ചെയ്തു. സംശയമുണ്ടോ?